പെന്തക്കോസ്താ ദിനത്തിൽ ഓരോരുത്തരെയും തലയ്ക്ക് മുകളിൽ വന്നു നിന്നില്ലേ? ആ തീനാളം, പരിശുദ്ധാത്മാവിൻ്റെ ആഗ്നി അവർ സ്വീകരിച്ചു, ഓരോരുത്തരും സ്വീകരിച്ചു, ഉള്ളിലേക്കെടുത്തു. അപ്പോൾ ഒരു രൂപാന്തരം വന്നു, ട്രാൻസ്ഫോർമേഷൻ വന്നു. അതാ ജനങ്ങളൊക്കെ കണ്ടു. ഈ പെന്തക്കോസ്താ തിരുനാളിലും ആ പരിശുദ്ധാത്മാവിൻ്റെ കൊടുങ്കാറ്റടിക്കുമ്പോൾ നമ്മൾ അതിൽ നിൽക്കണം, അതിൽ ഉൾപ്പെടണം. ഓരോരുത്തരുടെയും തലയ്ക്ക് മുകളിൽ വന്നു നിൽക്കുന്ന ആ അഗ്നി ഉള്ളിലേക്കെടുക്കണം, സ്വീകരിക്കണം. അത് നമ്മളിൽ രൂപാന്തരം വരുത്തട്ടെ, ട്രാൻസ്ഫോർമേഷൻ വരുത്തട്ടെ. ഇതിനൊക്കെ ദാഹിക്കണം. ഈ പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ അഗ്നിക്ക് വേണ്ടി ദാഹിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനത്തിനും നിറയലിനുമായി ആഗ്രഹിക്കാം. അഭിഷേകം നിറയട്ടെ, പരിശുദ്ധ റുഹായുടെ അഭിഷേകം നമ്മളിൽ നിറയട്ടെ. ആ അഭിഷേകത്തിൻ്റെ കൃപ നമുക്കെല്ലാവർക്കും കിട്ടട്ടെ. പുത്തൻ അഭിഷേകത്തിൻ്റെ കൃപ, ഫ്രഷ് അനോയിൻറ്റിങ് ഗ്രേസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ അമ്മയാണ് നമുക്കിതൊക്കെ വിതരണം ചെയ്യുക. പരിശുദ്ധ കൃപാ ക്വീൻ, കൃപയുടെ രാജ്ഞി, കൃപ നിറഞ്ഞവൾ, കൃപയുടെ രാജ്ഞി, കൃപാ ക്വീൻ. ഈ യുഗാന്തി സഭയ്ക്ക് വേണ്ട സവിശേഷ കൃപ, ഫ്രഷ് അനോയിൻറ്റിങ് ഗ്രേസ്, പുത്തൻ അഭിഷേക കൃപ പരിശുദ്ധ കൃപാ ക്വീൻ നമുക്ക് വിതരണം ചെയ്യുന്നു. കൃപയുടെ ക്വീൻ, കൃപയുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ കന്യകാമറിയമേ, അമ്മയ്ക്ക് ഉന്നത വണക്കം. അമ്മയുടെ സഹായം സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പ്രതിഷ്ഠിക്കാം. വെറുതെ പറഞ്ഞാൽ പോരാ, ചില പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിയാൽ പോരാ. സത്യമായിട്ടും നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാം. ഏറ്റവും സേഫ് അവിടെയാണ്. ആ യഥാർത്ഥ മാതൃഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കണം. അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട്, അഭിഷേകം കൊണ്ടൊക്കെ കൂടുതൽ നിറയുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തു നമ്മളെ പരിശുദ്ധാത്മാവാകുന്ന ജീവജലം കൊണ്ട് സ്നാനപ്പെടുത്തും. ആ ജീവജലം കുടിക്കാൻ തരും. പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് നമ്മളെ നിറയ്ക്കും. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായിത്തീരും, നിറയും. We will be filled with the Holy Spirit, the Holy Ruach Lord. അതിനായി ദാഹിക്ക്, ആഗ്രഹിക്ക്, മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. അറ്റ്ലീസ്റ്റ് ഈ ദിവസങ്ങൾ അത്രയ്ക്കും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാലാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക. നമ്മളായിരിക്കേണ്ട വിധത്തിൽ നമുക്ക് ആയിരിക്കാൻ പറ്റുക. മറ്റ് ലൗകിക കാര്യങ്ങൾ വിടണം, ജഡിക കാര്യങ്ങൾ വെറുത്തുപേക്ഷിക്കണം, സെക്യുലറായിട്ടുള്ള കാര്യങ്ങൾ വിടണം, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. 716 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകൃതവും പ്രകാശിതവുമായ ഹൃദയത്തിൻ്റെ ഈ ഗുണമേന്മയാണ് സങ്കീർത്തനങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന് അനുസൃതരായ ഈ ദരിദ്രരിൽ എങ്ങനത്തെ ഹൃദയമാണ് ഉണ്ടാവുക? അവരുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താ? അത് പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകൃതമായിരിക്കും, പരിശുദ്ധാത്മാവിനാൽ പ്രകാശിതമായിരിക്കും. അതാണ് ആ ഹൃദയത്തിൻ്റെ ഗുണമേന്മ, ക്വാളിറ്റി. ഈ പാവങ്ങളിൽ കർത്താവിനായി പരിപൂർണമായൊരു ജനത്തെ പരിശുദ്ധാത്മാവ് സജ്ജീകരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് സജ്ജീകരിക്കുന്നത്. പരിശുദ്ധ അമ്മ അവിടെയുണ്ട്. നമ്മളെവിടെയാണ്? നമ്മളിതിൽ പെടുന്നുണ്ടോ? പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിനായി പരിപൂർണമായൊരു ജനത്തെ ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ്
കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ് കർത്താവിനായി പരിപൂർണമായൊരു ജനത്തെ പരിശുദ്ധാത്മാവ് സജ്ജീകരിക്കുന്നു. ഇത് പരിശുദ്ധാത്മ യുഗമാണ്, പരിശുദ്ധ റൂഹായുടെ യുഗമാണ്. പരിശുദ്ധാത്മാവ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർ യു അവെയർ? ആർ വി അവെയർ? നമുക്ക് അവബോധമുണ്ടോ? സാത്താൻ്റെയും ദുഷ്ടാരൂപികളുടെയും ലോകത്തിൻ്റെയൊക്കെ സ്വരം കേട്ട് അതിൻ്റെ പിന്നാലെ പോവരുത്. പ്രലോഭനങ്ങളിൽ വീഴരുത്, ദുഷ്പ്രേരണകളിൽ വീഴരുത്. സത്യം തിരിച്ചറിയണം, വ്യാജം വെടിയണം, സത്യപ്രവാചകരെ തിരിച്ചറിയണം. സത്യപ്രവാചകന്മാരെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. രക്ഷാകരമായ സഹനം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ട്രഷറിയിലേക്ക്, നിക്ഷേപത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സത്യപ്രവാചകർ മുന്നേറും. വ്യാജപ്രവാചകന്മാരൊക്കെ പരാജയപ്പെടും, അവരുടെ വ്യാജമൊക്കെ പൊളിയും. കുറച്ച് സമയത്തേക്ക് സത്യം നുണയായി തോന്നും, നുണ സത്യമായി തോന്നും. ഇങ്ങനത്തെ കൺഫ്യൂഷൻ്റെ സ്പിരിറ്റ് ഉണ്ടാവും. അതൊക്കെ പ്രാർത്ഥിക്കാതെ നടക്കുന്നതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ്റെ സ്പിരിറ്റാൽ നമ്മൾ സ്വാധീനിക്കപ്പെടുക. അതുകൊണ്ട് കുദാശ ജീവിതവും പേഴ്സണൽ പ്രെയറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കൺഫ്യൂഷൻ്റെ സ്പിരിറ്റൊന്നും നമ്മളെ ബാധിക്കരുത്. അങ്ങനെ ബാധിക്കാതിരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയപരമാർത്ഥതയോടെ സത്യജീവിതം ജീവിക്കണം. അങ്ങനെ ജീവിച്ചിട്ടും പീഡിപ്പിക്കപ്പെടും. ലോകം നിങ്ങളെ ദ്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവികമായിട്ട് ജീവിക്കുന്നവരെ ലൗകികമായി ജീവിക്കുന്നവർ ദ്വേഷിക്കും. ചിലർ ചോദിക്കും, ഞാൻ എന്തോരം നന്നായിട്ട് ജീവിക്കണേ, അപ്പോൾ എന്തിനാ അവരൊക്കെ എന്നെ ദ്വേഷിക്കണേ? ദൈവവചനമാണ്. ഈശോ പറഞ്ഞ ലോകം എന്നെ ദ്വേഷിച്ചെങ്കിൽ പിന്നെ നിങ്ങളെ ദ്വേഷിക്കാതിരിക്കും. ദൈവത്തിൻ്റെ പാതയിൽ ജീവിക്കുന്നവരെ ലോകത്തിൻ്റെ പാതയിൽ ജീവിക്കുന്നവർ ദ്വേഷിക്കും, വെറുക്കും. ഡോണ്ട് വറി. അതൊരടയാളമാണ്. ശരിക്കും ദൈവത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ചാൽ ലോകത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവർ നമ്മളെ വെറുക്കും, ദ്വേഷിക്കും. ഡോണ്ട് വറി, ഡോണ്ട് വറി. ആത്മീയമായി നന്നായി ജീവിക്കുന്നവരെ ലൗകികമായി ജീവിക്കുന്നവർ ദ്വേഷിക്കും, വെറുക്കും. അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയ പരമാർത്ഥതയോടുകൂടെയാണോ നീ ജീവിക്കുന്നത്? അത് നോക്കിയാൽ മതി. സത്യമൊക്കെ തെളിഞ്ഞു വരും. കുറച്ച് നാളത്തേക്ക് സത്യം മൂടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ പോലും സത്യം പുറത്തു വരും. സത്യം വെളിവാക്കപ്പെടും. സത്യം നിലനിൽക്കും. നുണകളൊക്കെ പൊളിയും. അതുകൊണ്ട് ഡോണ്ട് വറി. ഞാൻ സത്യത്തിൽ ജീവിച്ചിട്ട് എന്തെങ്ങനെ? ഡോണ്ട് വറി. സത്യം നിലനിൽക്കും. കർത്താവിൻ്റെ സമയത്ത് സത്യം വെളിവാകും. ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കണം. ബാക്കിയെല്ലാം വിട്ടാലും ദൈവമുണ്ടല്ലോ, ദൈവത്തെ ആശ്രയിക്കണം. ദൈവത്തിൽ മുറുകെ പിടിക്കണം. വേറെ ഒന്നിലും മുറുകെ പിടിക്കണ്ട. എല്ലാം വിട്ടിട്ട് ദൈവത്തെ മുറുകെ പിടിക്കുന്നവൻ അവനാണ് ഭാഗ്യവാൻ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് സത്യദൈവത്തെ, ഏക സത്യദൈവത്തെ മുറുകെ പിടിക്കണം, ആശ്രയിക്കണം. വേറെ ആരെയും പിടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത് നമുക്ക് പ്രാക്ടീസ് ആവണം. ലോകവും ലോകത്തിൻ്റെ കാര്യങ്ങളും മറ്റെല്ലാം വിട്ടിട്ട് ദൈവത്തെ പിടിക്കാൻ പഠിക്കണം. ദൈവത്തെ മുറുകെ പിടിക്കുക തന്നെ വേണം. അവരാണ് അവസാനം വരെ സഹിച്ചു നിൽക്കുക. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈ വചനമൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ പോരാ. ഇത് വളരെ ഗൗരവമുള്ള കാലഘട്ടമാണ്. ഒരുങ്ങേണ്ട കാലഘട്ടമാണ്. ദൈവിക കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തി ദൈവത്തെപ്പറ്റി അറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ആരാധിച്ച് അങ്ങനെ ജീവിക്കേണ്ട കാലഘട്ടമാണ്. ബാക്കിയൊക്കെ വിടണം. ദൈവമല്ലാത്ത, ദൈവികമല്ലാത്ത എന്തെങ്കിലും പിടിച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വിട്ടേ പറ്റൂ. അത് പിടിച്ചുകൊണ്ടിരുന്ന
എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് എത്തുക? ഇനി വേസ്റ്റാക്കാൻ സമയമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി മോർ ദാൻ ലേറ്റ്. കർത്താവ് ഇഷ്ടംപോലെ സമയം തന്നു ഒരുങ്ങാനായിട്ട്. എത്രയോ മുമ്പ് ഒരുങ്ങേണ്ടതായിരുന്നു. അറ്റ്ലീസ്റ്റ് നൗ, ഇപ്പോഴെങ്കിലും ഒരുങ്ങാം. അതാരായാലും, ക്രിസ്ത്യാനി ആയാലും ക്രിസ്ത്യാനി അല്ലാത്തവരായാലും കത്തോലിക്കരായാലും സിസ്റ്റേഴ്സായാലും അച്ഛന്മാരായാലും ബിഷപ്പ്മാരായാലും ആരായാലും വ്യക്തിപരമായിട്ട് ഒരുങ്ങണം. വ്യക്തിപരമായിട്ട് പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകൃതവും പ്രകാശിതവുമായൊരു ഹൃദയം ഉണ്ടാവണം. ദൈവം എന്തെങ്കിലും അധികാരം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ പിടിച്ചിരുന്നാൽ പോരാ. വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് എൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകൃതമാണോ, വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, പ്രകാശിതമാണോ, അതൊക്കെ ഓരോരുത്തരും ചെക്ക് ചെയ്യണം. ഈച്ച് വൺ പേഴ്സണലി, ആസ് എ കമ്മ്യൂണിറ്റി യെസ്, പ്ലസ് പേഴ്സണലി. ഓരോരുത്തർക്കും ഓരോ ഹൃദയമാണല്ലോ. 2-3 പേർക്ക് കൂടി ഒരു ഹൃദയം അങ്ങനെയല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ ഹൃദയം. ആ ഹൃദയം ശുദ്ധീകൃതമാണോ, പ്രകാശിതമാണോ പരിശുദ്ധാത്മാവിനാൽ ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ദ വർക്ക്, സ്റ്റാർട്ട് ദി എഫേർട്ട്. കം ഓൺ, ലെറ്റ് us സ്റ്റാർട്ട്. ഈ പെന്തക്കോസ്താ ദിനത്തിൽ നമുക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ സാന്നിധ്യ അഭിഷേകമൊക്കെ ഏറ്റുവാങ്ങണം. അത് സ്വീകരിച്ചിട്ട് വേണം ഇനി അടുത്ത പണി ചെയ്യാൻ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവപുത്രരാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടല്ലേ ഇനി ബാക്കിയുള്ളത്. അപ്പം ഇത്രയും വലിയ തോതിൽ ദൈവം പരിശുദ്ധാത്മാവിനിങ്ങനെ പ്രവഹിപ്പിക്കുമ്പോൾ, ഔട്ട് പോറിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വീകരിക്കാൻ റെഡിയാണോ? എവിടെയാണ് നമ്മുടെ മനസ്സും ഹൃദയമൊക്കെ? പരിശോധിക്കുക. ഫോർ എക്സാമ്പിൾ, വലിയൊരു മഴ പെയ്തു എന്ന് വിചാരിക്കുക. വലിയൊരു മഴ, ഔട്ട് പോറിങ്. ആ മഴയത്ത് ചിലവർ കുറേ വെള്ളം ശേഖരിക്കും, ചിലർ വീടിൻ്റെ ഉള്ളിലിരിക്കും. പുറത്ത് മഴയല്ല, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. പിന്നെ വെള്ളമില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ, സാഹചര്യം വന്നാൽ, ആ മഴയത്ത് വെള്ളം കളക്ട് ചെയ്തവർക്കുണ്ടാവും, വീടിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്യാതിരുന്നവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പെന്തക്കോസ്താ ദിനത്തിൽ 2025 ദൈവം വർഷിക്കുന്ന ഈ ഔട്ട് പോറിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഈ വലിയ പ്രവാഹം, അതിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കൂടുതൽ സ്വീകരിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം ചൊരിയാണ്. അത് സ്വീകരിക്കാൻ ഒരുങ്ങണം. അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റില്ല. മറ്റുള്ളവർ സ്വീകരിക്കുന്നത് നോക്കിയിരിക്കാം. ഓപ്പൺനെസ് ആൻഡ് റിസെപ്റ്റിവിറ്റി, സ്വീകാര്യതയും പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്യണം, സ്വാഗതം ചെയ്യണം.